ഇപ്പൊ എന്റെ അടുത്ത് സംസാരിച്ചിരുന്നില്ലേ രണ്ട് സ്ത്രീകള്? അതെ സർ, അതിലൊരാള് ഗായിക ശ്യാമയെ പോലുള്ള. യെസ്, അത് ശ്യാമയുടെ മകള് തന്നെയാ. സർ, ഒരു കാരണവശാലും ശ്യാമയോ അമൃതയോ അവളെ കാണാൻ പാടില്ല. വരൂ, ഇരിക്കും. സർ, ആ, ഇതാരാ? ഞങ്ങളുടെ അയൽപ്പക്കത്തുള്ളതാ. എന്റെ പേര് രാധിക. ഞങ്ങളുടെ അമ്പലത്തിലെ പൂജാരിയുടെ മകളാ, ദേവനാരായണൻ തിരുമേനിയുടെ. ഇന്നലെ ഫോൺ ചെയ്തപ്പോ പ്രത്യേകിച്ച് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്താ അത്? സർ, ചേച്ചിക്ക് മോനെ ഇവിടുത്തെ ചികിത്സയിൽ നിന്ന് മാറ്റിയെ കൊള്ളാന്നുണ്ട്. അതെന്ത് പറ്റി? അല്ല ഡോക്ടറെ, കുറെ കാലമായിട്ട് ഒരു മാറ്റവും ഇല്ലല്ലോ. ചിലപ്പോ ചികിത്സയൊന്ന് മാറ്റി നോക്കിയാ. അത് കുഴപ്പമില്ല. അങ്ങനെ വേണ്ടി വന്നാല് ഇതുവരെയുള്ള ബില്ല് നിങ്ങൾ ഒന്നിച്ചടക്കേണ്ടി വരും. അടയ്ക്കാം സാറേ, എല്ലാ മാസവും ഞാൻ കൊടുക്കാറുണ്ട്. അതിലിനി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിലേ ഉള്ളൂ. ഒരു മിനിറ്റ്. ബില്ലനുസരിച്ച് ഏകദേശം ഒരു 3 ലക്ഷം രൂപ നിങ്ങൾ അടയ്ക്കേണ്ടി വരും. എന്താ സാറേ പറയുന്നേ? 3 ലക്ഷം രൂപയോ? എന്നാണ് റെക്കോർഡിൽ കാണിക്കുന്നത്. കൃത്യമായ സംഖ്യ അവിടെ അക്കൗണ്ടിൽ വിളിച്ച് ചോദിച്ചാലേ പറയാൻ പറ്റൂ. സർ, വേറൊന്നും തോന്നരുത്. ആ ബില്ലിന്റെ ഡീറ്റെയിൽസ് കിട്ടോ? അല്ല, ഇവർക്ക് എന്തെങ്കിലും നോക്കാനോ മറ്റോ ഉണ്ടെങ്കിൽ. ഈ ഹോസ്പിറ്റലിന്റെ രീതികളൊക്കെ ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ്. അതിൽ കൂടിയ അന്വേഷണങ്ങളൊന്നും വേണ്ട. പിന്നെ മോനെ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് തരണമെങ്കിൽ അക്കൗണ്ടിൽ പറയുന്ന മുഴുവൻ തുകയും നിങ്ങൾ ഇവിടെ അടയ്ക്കേണ്ടി വരും. അത് നിങ്ങളുടെ ഇഷ്ടം. തൽക്കാലം അത്രയും കാശ് എന്നെ കൊണ്ട് ഒക്കൂല സാറേ. സാറേ, എനിക്കെന്റെ മോനെ ഒന്ന് കാണണമായിരുന്നു. അതിനുള്ള സൗകര്യം ചെയ്തു തരാം. നിങ്ങൾ പുറത്തു വെയിറ്റ് ചെയ്യും. ശരി സാർ. കുട്ടിയുടെ പേരെന്താന്ന് പറഞ്ഞ? രാധിക. ചന്ദ്രശേഖരൻ, ഗായിക ശ്യാമയുടെ അതേ രൂപത്തിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ആരാത്? ശ്യാമയുടെ മകളാ രാധിക. എടോ, താൻ എന്താണോ ഇത് എന്നോട് നേരത്തെ പറയാറുന്നത്? അല്ല സർ, നമുക്കിടയിൽ അങ്ങനെ ഒരു സംസാരത്തിന്റെ ആവശ്യം വന്നില്ല എന്ന് തനിക്ക് തോന്നുന്നല്ലേ? എന്നാ താൻ ഈ പറഞ്ഞ പെൺകുട്ടി ഇപ്പൊ ഈ ഹോസ്പിറ്റലുണ്ട്. ഞാൻ അവളെ കണ്ടടോ. ഡോക്ടർ സൂക്ഷിക്കണം. അവൾ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ശ്യാമ അവിടെ എത്തിയിട്ടുണ്ടെന്ന് ആരൊക്കെയോ അറിഞ്ഞിട്ടുണ്ടെന്ന് അർത്ഥം. ഏയ്, ശ്യാമയുടെ കാര്യത്തിനല്ല പെൺകുട്ടി ഇങ്ങോട്ട് വന്നത്. അവളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു സ്ത്രീയുടെ മകൻ ഈ ഹോസ്പിറ്റലുണ്ട്. വരവ് അവനെ കാണാനാ. പക്ഷേ ആ രൂപം കണ്ടപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. ഒരു കാരണവശാലും ശ്യാമ അവള് കാണരുത്, അമൃതയെ. ഇനിയിപ്പോ അതിന്റെ ഗൗരവം എനിക്ക് മനസ്സിലായല്ലോ. ഞാൻ നോക്കിക്കോളാം. ഇപ്പൊ എന്റെ അടുത്ത് സംസാരിച്ചിരുന്നില്ലേ രണ്ട് സ്ത്രീകള്? അതെ സർ, അതിലൊരാള് ഗായിക ശ്യാമയെ പോലുള്ള. യെസ്, അത് ശ്യാമയുടെ മകള് തന്നെയാ.
സർ, ഒരു കാരണവശാലും ശ്യാമയോ അമൃതയോ അവളെ കാണാൻ പാടില്ല. ഉം, അവർ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നവരെ വീണ അവരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. ശരി സർ. അവരവിടെ മറ്റ് സ്റ്റാഫുകളോടോ പേഷ്യൻസിന്റെ റിലേറ്റീവ്സിനോടോ സംസാരിക്കുന്നത് കണ്ടാൽ അത് ശ്രദ്ധിച്ചേ പറ്റൂ. ഞാൻ പറയുന്നതിന്റെ ഗൗരവം വീണയ്ക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉവ്വ് സർ. ഹോസ്പിറ്റലിലുള്ള സംഭാവനയും നമ്മുടെ അക്കൗണ്ടിൽ വരുന്ന തുകയും വലുതാണ്. പക്ഷേ എടുത്തു വെച്ചിരിക്കുന്നത് ചെറിയ റിസ്ക് ഒന്നുമല്ല. നിധി കാക്കുന്നത് നമ്മുടെ ശീലമായി പോയില്ലേ? നിധി കാക്കണമെങ്കിൽ ഭൂതത്താന്മാരല്ലേ പറ്റൂ. കണ്ടോ മോളെ, നമ്മളൊന്ന് കാണാൻ വന്ന എത്ര കടമ്പ കഴിഞ്ഞിട്ട് അതൊന്ന് പറ്റുന്നേന്ന്. നമുക്കാദ്യം മോനെ കാണാം ചേച്ചി. അവനെന്താ പറയുന്നത് നോക്കാം. മോന്റെ അമ്മ ഇന്ന് വരുമോ? ഇന്ന് വരും, ഇന്ന് വരും. ഞാൻ അമ്മയെ സ്വപ്നം കണ്ടാലേ പിറ്റേ ദിവസം അമ്മ വരും. എത്രയും പെട്ടെന്ന് അവർ രണ്ടുപേരും ഇവിടുന്ന് മാറ്റാൻ പറഞ്ഞു. മോനെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ചെക്കപ്പ് ഉണ്ട്. ഞങ്ങൾക്കോ? എന്ത് ചെക്കപ്പ്? അതൊക്കെ ഡോക്ടർ പറയും. ആവശ്യമില്ലാതെ ചെക്കപ്പ് ഒന്നും നടക്കില്ല. ഏയ്,